വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ CA സെക്ഷനിലേക്ക്, നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക്, ഡെയിലി കറണ്ട് അഫേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഉഷാറാണ്, ആക്റ്റീവ് ആണ്, പവർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസവും നിങ്ങളുടെ സന്തോഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് ലൈവ് നമ്മുടെ ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. അപ്പൊ എന്താണ്, നമ്മൾ റെക്കോർഡിൽ വന്നിരിക്കുകയാണ്, ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ രാവിലെ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിജയം എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നിങ്ങൾക്ക് വിജയമാണ് ആവശ്യമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം വിജയിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ സ്വയം ചിന്തിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ വിജയിയാണ്, ആർക്കും എന്നെ തളർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല, ഞാൻ വിജയിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നിടത്ത് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. സോ അങ്ങനെ എല്ലാവരും വിജയികളായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? ഇതാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2024-25 ലൈഫ് മിഷൻ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനതല പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2024-25 ലൈഫ് മിഷൻ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനതല പുരസ്കാരം നേടിയത് നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒരുപാട് മിഷൻ ഉള്ള ആളുകളാണ് എന്താണ് ഈ ഒരു പുരസ്കാരം നേടുന്നത്. എന്നെ ഓർക്കണം, എന്റെ നാട് ഓർക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആലപ്പുഴ നഗരസഭയാണ് അല്ലെ. ഏതാണ്? ആലപ്പുഴ നഗരസഭയാണ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. 2024-25 ലൈഫ് മിഷൻ പദ്ധതി അവാർഡിൽ സംസ്ഥാനതല പുരസ്കാരം നേടിയ നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴ നഗരസഭയാണ്. സോ അടുത്തതിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. കിൻഫ്ര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിൻഫ്ര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് കഴക്കൂട്ടത്താണ് കേട്ടോ. കിൻഫ്ര ആസ്ഥാന മന്ദിരം നിലവിൽ വരുന്നത് എവിടെയാണ്? കഴക്കൂട്ടമാണ്. ഓർത്തു വെച്ചേക്കണം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. MCQന്റെ ഭാഗത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. 2026 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് അർഹനായത് ആരാണ്? 2026 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്? അത് വൈക്കം രാമചന്ദ്രനാണ്. നമുക്ക് 2023, 24, 25, 26 പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. 2026 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത്, ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് വൈക്കം രാമചന്ദ്രൻ ആണെങ്കിൽ, ഇവിടെ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ്? വി മധുസൂദനൻ നായർക്കാണ്. ഇനി 2024 ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരൻ ആണെങ്കിൽ, 2026 ഇപ്പൊ നമ്മൾ പറഞ്ഞു വൈക്കം രാമചന്ദ്രനാണ് അല്ലെ. നമുക്ക് എന്ത് വേണം? കോഡ് വേണം. അപ്പൊ കോഡ് ഇട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ എങ്ങനെ നമ്മൾ കോഡിടാൻ പോകുന്നതെന്നറിയോ? വൈക്കത്തുള്ള ശങ്കരൻ പന കയറാൻ ചെന്നപ്പോഴെന്താണ്? പനയിൽ ഒരു കാക്കി ഇരുന്ന് ജ്ഞാനത്തിന്റെ മധു നുകരുന്നു എന്നതാണ് നമ്മുടെ കോഡ്. അപ്പൊ വൈക്കംകാരൻ ശങ്കരൻ. നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേടാ, ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തെങ്ങിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊണ്ടുവരാം? പന കൊണ്ടുവരാം. അപ്പൊ വൈക്കത്തെ ശങ്കരൻ പന കയറാൻ ചെന്നപ്പോൾ കാക്ക എന്താണ്? പനയിലിരിക്കുന്ന കാക്ക ജ്ഞാനത്തിന്റെ മധു നുകരുന്നതാണ് കാണുന്നത്. അപ്പൊ 2026 ജ്ഞാനപ്പാന പുരസ്കാരം വൈക്കം രാമചന്ദ്രന്, 2025 KP ശങ്കരന്, 2024 രാമചന്ദ്രൻ കാക്കശ്ശേരിക്ക്, 2023 വി മധുസൂദനൻ നായർക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. സെറ്റാണ്. അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. ISL ഫുട്ബോൾ ക്ലബ്ബ് പഞ്ചാബ് FC പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യുവതാരം ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളി യുവതാരം ആരാണ്? എന്തിന്റെയാണ്? ISL ഫുട്ബോൾ ക്ലബ്ബ് പഞ്ചാബ് FC പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യുവതാരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കോഡ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ISI മുദ്രയുള്ള ഫൂട്ടിട്ട് ബോൾ തട്ടിക്കഴിഞ്ഞാൽ എന്താടാ? നല്ല പഞ്ചില് ഹൈ ലെവലിൽ പോകുമെന്ന് ഓർത്താൽ മതി. നല്ല പഞ്ചിൽ എങ്ങനെ
എങ്ങനെ പോകും? ഹൈ ലെവലിൽ പോകും. അപ്പൊ മുഹമ്മദ് സുഹൈൽ ആണെന്ന് ഓർത്ത് വെക്കാലോ. എന്താണ് നമ്മുടെ ആൻസർ? മുഹമ്മദ് സുഹൈൽ ആണ്. അപ്പൊ ISL ഫുട്ബോൾ ക്ലബ്ബ് പഞ്ചാബ് FC-യുടെ ISL ഫുട്ബോൾ ക്ലബ്ബ് പഞ്ചാബ് FC-യുടെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യുവതാരമാണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്നത്. സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. 1.5 ലക്ഷം കണക്കുകൾ കടന്ന 1.5 ലക്ഷം കണക്ഷനുകൾ കടന്ന സംസ്ഥാന സർക്കാരിന്റെ കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ്. എന്താണ് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്? അത് കെ ഫോൺ ആണ്. നമ്മുടെ കേരളത്തിന്റെ ഇന്റർനെറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ ഫോൺ ആണ്. എന്തായിരുന്നു കെ ഫോണിന്റെ എന്താണ് ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിബോ എന്ന് പറയുന്ന കടുവയാണ് അല്ലെ. ഫിബോ എന്ന് പറയുന്ന കടുവയാണ് കേരളത്തിന്റെ കേരള ഇന്റർനെറ്റിന്റെ ഭാഗ്യ ചിഹ്നം, അതായത് കെ ഫോണിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ 1.5 ലക്ഷം കണക്ഷനുകൾ കടന്നു കേട്ടോ. കെ ഫോൺ എന്ത് കടന്നു? 1.5 ലക്ഷം കണക്ഷനുകൾ കടന്ന സംസ്ഥാന സർക്കാരിന്റെ കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കാലോ എളുപ്പത്തില്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള MCQ ആണ്. നോക്കിക്കേ, അന്തരിച്ച മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി ആരാണെന്നാണ്. അന്തരിച്ച മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാരാണ്? മുകുൾ റോയി ആണ് അല്ലെ. ആരാണ്? മുകുൾ റോയി ആണ് അന്തരിച്ചത്. വിയോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അന്തരിച്ച മുൻ റെയിൽവേ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മുകുൾ റോയി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം, സെറ്റ് ആക്കി വെച്ചേക്കണം. സോ അടുത്ത ലാസ്റ്റ് MCQവിന്റെ ഭാഗത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ആസ്ഥാനമായ സ്വർണീം ധരോഹർ ലതാ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള മത്സരത്തിൽ ലതാ മങ്കേഷ്കർ ഗാനാലാപന മത്സരത്തിൽ പുരസ്കാരം നേടിയ മലയാളിയാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ആ മലയാളി എന്നറിയാവോ? എന്റെ പേരൊന്ന് നിങ്ങളെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കാർത്തിക് കൃഷ്ണ ജയറാം ആണ്. ആരാണ്? കാർത്തിക് കൃഷ്ണ ജയറാം ആണ്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ആസ്ഥാനമായ സ്വർണീം ധരോഹർ ലതാ ഫൗണ്ടേഷൻ നടത്തിയ ദേശീയ തലത്തിൽ ലതാ മങ്കേഷ്കർ ഗാനാലാപന മത്സരത്തിൽ പുരസ്കാരം നേടിയ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? കാർത്തിക് കൃഷ്ണ ജയറാം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇനി ഫാക്റ്റുകളിലേക്ക്, നമ്മുടെ MCQ ടൈപ്പ് സെക്ഷൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മൾ എന്തിലേക്ക് പോകാൻ പോകുന്നു? ഫാക്റ്റുകളിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ വേഗം വായോ, നമുക്ക് ആദ്യത്തെ ഫാക്റ്റിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ഇൻഡെക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനെ കുറിച്ചാണ്? ഒരു ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. WPS ഇൻഡെക്സ് എന്ന് പറയും. ഇൻഡെക്സ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇൻഡെക്സ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഇൻഡെക്സിന്റെ പേരെന്താണ്? WPS ഇൻഡെക്സ്, അതായത് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനെ പറ്റിയാണ്? വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇൻഡെക്സിൽ നമ്മൾ ഇൻഡെക്സ് എപ്പോ പഠിച്ചാലും അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയുടെ സ്ഥാനം പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത്, ഒന്നാമതുള്ള സ്റ്റേറ്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഇന്ത്യയുടെ സ്ഥാനം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തത്, ഒന്നാമതുള്ള രാജ്യം ഏതാണോ അതും നമുക്ക് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വുമൺ സമാധാനം, അതായത് വനിതാ സമാധാനം ആൻഡ് സുരക്ഷാ ഇൻഡെക്സില് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 131 ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 131 ആണ് ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാം സ്ഥാനത്തുള്ളത് അവന്മാരാണ്, ഡെൻമാർക്ക് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഐസ്ലാൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ആരാണ്? ഐസ്ലാൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് 2 രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഒന്നാമത്തത് നോർവേ ആണ്, രണ്ടാമത്തത് സ്വീഡനുമാണ്. അപ്പൊ 3 രാജ്യങ്ങളാണ്. മൂന്നാം സ്ഥാനത്ത് 2 രാജ്യങ്ങളാണ് ഉള്ളത്. അത് നോർവേയും സ്വീഡനുമാണെന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ 2025-26 ഗ്ലോബൽ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ത്യയുടെ റാങ്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം സ്ഥാനവും ഇമ്പോർട്ടന്റ് ആണ്. 131 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനം അവന്മാർക്കാണ്, ഡെൻമാർക്കിനാണ്. രണ്ടാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്യണം അല്ലെ? എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? വനിതകളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ
സമാധാനത്തിലും എല്ലാം ഡൺ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഡെൻമാർക്ക് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. വനിതയുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഒക്കെ എല്ലാ കാര്യങ്ങളും ഡൺ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് 100-ലാണെങ്കിൽ 100 മാർക്കും ഡെൻമാർക്കിന് നൽകാം എന്ന് ഓർത്താൽ മതി. ഇനി സെക്കൻഡ് ആരാണ്? ഐസ്ലാൻഡ് ആണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് കോഡ് വെച്ച് പഠിക്കണം. നിങ്ങൾ വെറുതെ ഒന്ന് സ്ത്രീ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഉച്ചാരണം വരുന്നില്ലേ? അവസാനം എന്തൊരു ഉച്ചാരണം വരുന്നുണ്ട്? ത്രീ എന്ന് പറയുന്ന ഒരു ഉച്ചാരണം വരുന്നുണ്ട് അല്ലെ. അപ്പൊ സ്ത്രീയെ 3 ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. സ്ത്രീയെ 3 ആയിട്ട് ഒന്ന് കണക്ട് ചെയ്തു. ഈ സ്ത്രീ ആയിട്ടുള്ള 3യുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നമ്മൾ ഇന്ത്യക്കാര് ഒന്നിച്ച് മുന്നിലുമുണ്ട്, ഒന്നിച്ച് പിന്നിലുമുണ്ട്. അപ്പൊ 131 കണക്ട് ചെയ്യാലോ. ഈ 3 ആയിട്ടുള്ള സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാര് ഒന്നിച്ച് മുന്നിലും ഉണ്ട്, ഒന്നിച്ച് പിന്നിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 131 ഇന്ത്യയുടെ സ്ഥാനം. ഒരുപാട് ഇൻഡെക്സ് വരുമ്പം ഈ ഇൻഡെക്സ് നമ്മൾ ഇന്ത്യയുടെ സ്ഥാനമൊക്കെ പല കുറെ ഇൻഡെക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏത് ഇൻഡെക്സിലാണ്? വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 സെറ്റ് ആണ്. കളർ ആണെങ്കിൽ ദാ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് എന്താണ് ഈ കാണുന്നത്? കേരളം സാർ. ഇനി വലിയ ഡെക്കറേഷനോ സ്റ്റൈലോ ഒന്നും ഇട്ട് കേരള എന്നൊന്നും പറയരുത്. ഇത് കേരളം ആണ് സാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഇംഗ്ലീഷില് കേരളത്തെ ഇംഗ്ലീഷില് നമ്മൾ മലയാളത്തിൽ കേരളം എന്ന് പറയും, ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? കേരള എന്നോ കേരൾ എന്നൊക്കെയാണ്. ഹിന്ദിയിലൊക്കെ കേരൾ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേരളയോ കേരളോ ഒന്നുമല്ല, കേരളം എന്ന് തന്നെ പറയണം അല്ലെ. അങ്ങനെ പേര് മാറ്റിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പേരെന്താണ്? എല്ലാ ഭാഷകളിലും എങ്ങനെ തന്നെ പ്രയോഗിക്കണം? കേരളം എന്ന് പ്രയോഗിക്കണം എന്ന് വന്നിരിക്കുകയാണ്. നമ്മളാണെങ്കിലും പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാടാ? ഐ ആം കമ്മിങ് ഫ്രം കേരള എന്ന് പറയൂ അല്ലെ. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു, ഐ ആം കമ്മിങ് ഫ്രം കേരള എന്ന് നമ്മൾ പറയൂ അല്ലെ. പക്ഷേ ഇനി അങ്ങനെ പറയരുത്. ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും കേരളം എന്ന് തന്നെ നമ്മൾ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ സ്റ്റൈലിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഉത്തർപ്രദേശിന്റെ പേര് എപ്പോഴും എന്താണ്? ഇംഗ്ലീഷിലും മലയാളത്തിലും ഉത്തർപ്രദേശ് എന്ന് തന്നെയാണ്. ഗുജറാത്തിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ഗുജറാത്ത് എന്ന് തന്നെയാണ്. ആന്ധ്രാപ്രദേശിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ആന്ധ്രാപ്രദേശ് എന്ന് തന്നെയാണ്. പിന്നെ കേരളത്തിന് മാത്രം എന്താണ്? നമ്മുടെ പേര് കേരളം എന്നാണെങ്കിൽ കേരളം എന്ന് തന്നെ പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രമേയം നമ്മുടെ സംസ്ഥാന നിയമസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2024 ജൂൺ മാസം 24-ാം തീയതിയാണ്. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റാനുള്ള തീരുമാനം നമ്മുടെ സംസ്ഥാന നിയമസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2024 ജൂൺ മാസം 24-ാം തീയതിയാണ്. 2-24 ആയതുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. കാരണം 2-24 അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം അല്ലെ. 2024 ജൂൺ 24-ാം തീയതിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, 2024 2 വർഷം മുന്നേ ഇത് സംസ്ഥാന നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത് വന്നത്, നേരത്തെ എന്തുകൊണ്ട് വരാത്തത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഒറ്റ കാര്യമുള്ളടാ, ഇലക്ഷൻ വരാൻ പോവുകയാണ്. 2 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. നമ്മുടെ സംസ്ഥാന നിയമസഭ ഇത് പാസ്സാക്കി കേന്ദ്രം ഇതൊന്ന് അംഗീകരിക്കണ്ടേ, അതിന് 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഈ 2 വർഷം കാത്തിരുന്ന് ഇപ്പൊ തന്നെ ഇത് പ്രാബല്യത്തിൽ വരാനുള്ള കാരണമൊക്കെ നമുക്കറിയാം. എന്താണെന്ന് നമുക്കറിയാലേ. കാരണം ഇലക്ഷൻ വരുവാണ്. ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സംഗതിയൊക്കെ പാസ്സാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പം നമ്മൾ ഓർക്കുവാടാ, നമ്മുടെ സംസ്ഥാനം അല്ലേ, നമുക്കങ്ങി പേര് മാറ്റിക്കൂടെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിസ്തീർണം കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ പേര് മാറ്റണമെങ്കിലോ ഇത് സംബന്ധമായ അധികാരം ആരിൽ നിക്ഷിപ്തമാണെന്നറിയോ? പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. അപ്പൊ കേരള എന്ന് പറയുന്നത് എല്ലാ ഭാഷയിലും കേരളം എന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 3 നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഈ ഒരു പേരുമാറ്റം സാധ്യമായിട്ടുള്ളത്. ആർട്ടിക്കിൾ 3 ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പൊളിറ്റിയിൽ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതാണ്. ആർട്ടിക്കിൾ 3 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ വിസ്തീർണം കൂട്ടാനോ അല്ലെങ്കിൽ പേര് മാറ്റാനോ ഒക്കെ എന്താണ്? പാർലമെന്റിനാണ് അധികാരം എന്ന് പറയുന്ന ആർട്ടിക്കിൾ
ആണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും കേരളം എന്നാക്കി മാറ്റിയത് ഈ ആർട്ടിക്കിൾ 3 പ്രകാരമാണ്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 3. എടാ CID മൂസയിൽ ഒരു സംഭവം ഓർത്താ മതി, ചായ മാറ്റാം അല്ലെ, മാറ്റിത്തരാം, എണ്ണിക്കോ 1 2 3 എന്ന് നമ്മൾ പറഞ്ഞിട്ട് ചായ മാറ്റത്തില്ലേ, അതുപോലെയാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3 പ്രകാരമാണ് കേരളം എന്ന് എല്ലാ ഭാഷയിലും കേരളം എന്ന് പ്രയോഗിക്കണം എന്നൊരു കാര്യം നിലവിൽ വന്നത്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഈ പേരുമാറ്റം സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തരാം. നമ്മുടെ രാഷ്ട്രപതിയുടെ പുതിയ ഓഫീസ് സമുച്ചയം ഉണ്ടല്ലേ, എന്താണ് അതിന്റെ പേര്, നമ്മൾ പഠിച്ചതാണ്, ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേവാ തീർത്ഥാണ് അല്ലെ, രാഷ്ട്രപതിയുടെ അല്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ പേരെന്താണ്, സേവാ തീർത്ത് എന്ന് പറയുന്നതാണ്. സേവാ തീർത്തില് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എന്താണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സവിശേഷത കൂടി എന്താണ് ഈ ഒരു തീരുമാനത്തിനുണ്ട്. അപ്പൊ മന്ത്രിസഭ 2 വർഷത്തെ കാത്തിരിപ്പാണെങ്കിലും സേവാതിർത്തിൽ കൂടി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഇനി എങ്ങനെയാണ് ഈ പേരുമാറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പേര് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല്, അതായത് കേരള പേരുമാറ്റൽ ബില്ല് 2026, കേരള പേരുമാറ്റൽ ബില്ല് 2026 രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി എങ്ങോട്ടേക്ക് അയക്കും, സംസ്ഥാനത്തേക്ക് അയക്കും. എന്നിട്ട് സംസ്ഥാനത്തിന്റെ അഭിപ്രായം ചോദിച്ച ശേഷം പിന്നീട് രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി ഇത് എവിടെ അവതരിപ്പിക്കും, പാർലമെന്റിൽ അവതരിപ്പിക്കും. പാർലമെന്റ് ഇത് പാസ്സാക്കുമ്പോഴാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ഇങ്ങനെ എന്താണ് കേരള പേരുമാറ്റൽ നിയമം നിലവിൽ വരുന്നത്, അതായത് എല്ലാ ഭാഷയിലും കേരളം എന്ന് പറയണം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നിലവിൽ വരുന്നത്. അപ്പൊ അന്തിമ തീരുമാനം എവിടത്തെയാണ്, പാർലമെന്റിന്റെ ആണെന്ന് ഓർത്തു വെച്ചേക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയുടെ പേര് മാറുന്നില്ല കേട്ടോ. നമ്മുടെ ഹൈക്കോടതി കേരള ഹൈക്കോടതി എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഹൈക്കോടതിയുടെ പേര് മാറുന്നില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ പഠിച്ചു വെച്ചേക്കണം. ചിലപ്പോൾ ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളോട് ചോദ്യം വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇവിടെ പഠിച്ചു വെച്ചേക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും എന്തായിട്ട് മാറിയിരിക്കുകയാണ്, കേരളം എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭ ഇത് പാസ്സാക്കിയത് എന്നാണ് 2024 ജൂൺ 24 തീയതിയാണ്. 2 വർഷം ഇപ്പുറം ഇതിനൊരു അംഗീകാരം നമ്മുടെ കേന്ദ്രം തന്നിരിക്കുകയാണ്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഈ പേര് മാറ്റം സാധ്യമായിട്ടുള്ളത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ക്ലിയർ കട്ട് ആണെങ്കിൽ ദാ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ എന്തിലേക്കാണ് വന്നു നിൽക്കുന്നത്, ഒരു യുദ്ധവിമാനം, 5ാം തലമുറ യുദ്ധവിമാനം. കേരളത്തിന്റെ പേരുമാറ്റത്തിൽ നിന്ന് നമ്മൾ ഒരു യുദ്ധവിമാനത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇതാണ് 5ാം തലമുറ യുദ്ധവിമാനമാണ്. ആരുടെയാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനം, സ്കെൽത്ത് യുദ്ധവിമാനം ആര് വാങ്ങാൻ പോവുകയാണ്, നമ്മുടെ ഇന്ത്യ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇന്ത്യ ആരുടെയാണ്, നമ്മുടെ റഷ്യയുടെ യുദ്ധവിമാനം 5ാം തലമുറ സ്കെൽത്ത് യുദ്ധവിമാനം വാങ്ങാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് റഷ്യ എണ്ണ വാങ്ങുന്നില്ലായിരുന്നു. കാരണം എന്താണ്, നമ്മുടെ US-ന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യ എണ്ണ വാങ്ങരുതേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പിന്നാലെ നടന്ന് US-ന്റെ എന്താണ് സമ്മർദ്ദത്തെ തുടർന്ന് കുറച്ച് നാളത്തേക്ക് നമ്മൾ റഷ്യ എണ്ണ വാങ്ങുന്നത് നിർത്തിവെച്ചായിരുന്നു. അതായത് നമ്മുടെ US ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി റഷ്യ എണ്ണ. അപ്പൊ പിന്നീട് നമ്മളൊരു യുദ്ധവിമാനം വാങ്ങുമ്പോൾ വെറുതെ അങ്ങ് ചെന്ന് റഷ്യയോട് ഒരു യുദ്ധവിമാനം ഇങ്ങ് തന്നേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് സുഖവിവരമൊക്കെ ചോദിച്ച്, എടാ പോവേ നിനക്ക് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചാണ് നമ്മൾ സുഖോയ് എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ആരിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്, റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്. അപ്പൊ റഷ്യ എണ്ണ വാങ്ങാതെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കയറി ചെന്നിട്ട് എനിക്കൊരു യുദ്ധവിമാനം ഇങ്ങ് തന്നേ എന്ന് നമുക്ക് ഇന്ത്യക്കാർക്ക് റഷ്യയോട് പറയാൻ പറ്റുമോ? ഇല്ല. ആദ്യം ചെന്നൊന്ന് റഷ്യ ആയിട്ട് മുട്ടണോ അല്ലേ, ഇത്രയും നാള് എണ്ണയൊന്നും മേടിക്കാതിരുന്ന് ചെല്ലാൻ നേരത്തെ ആദ്യം ഒന്ന് മുട്ടണം, എടാ നിനക്ക് സുഖമൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചാണ് നമ്മൾ 5ാം തലമുറ സുഖോയ് 57 സ്കെൽത്ത് യുദ്ധവിമാനം നമ്മൾ ആരിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്, റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന യുദ്ധവിമാനം ഏതാണ്, 5ാം തലമുറ സ്കെൽത്ത് യുദ്ധവിമാനമാണ്. സുഖോയ് 57 ആണ് എന്റെ പിന്നിൽ നിങ്ങൾ കാണുന്ന ഈ യുദ്ധവിമാനം എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത്, റഷ്യയിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത്, റഷ്യയിൽ നിന്ന്. അതുപോലെ തന്നെ ഈ സ്കെൽത്ത് സാങ്കേതിക വിദ്യ, അതായത് റാഡറുകളുടെ
കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്നതാണ് ഈ സ്കെൽത്ത് സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. ശബ്ദത്തേക്കാൾ എത്ര മടങ്ങാണ്? ഇരട്ടി വേഗതയുള്ളതാണ് ഈ ഒരു 5ാം തലമുറ സുഖോയി 57 എന്ന് പറയുന്ന സ്കെൽത്ത് യുദ്ധവിമാനം. ഏകദേശം 2130 km/h ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. അതാ നോക്കിക്കേ, ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച 5ാം തലമുറ സ്കെൽത്ത് യുദ്ധവിമാനമാണ് എന്തെന്ന് പറയുന്നത്? സുഖോയി 57 എന്ന് പറയുന്നത്. റാഡറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്തിലുണ്ട്? ഈ ഒരു സുഖോയി 57 സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉണ്ട്. ശബ്ദത്തേക്കാൾ എത്ര ഇരട്ടി? ഇരട്ടി വേഗതയാണ് അല്ലെ, ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയുള്ളതാണ്. ഏകദേശം 2130 km/h ആണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. ഇതിന്റെ നിർമ്മാതാക്കൾ ആരാണ്? റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. ആരാണ്? റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. 10,000 കിലോ വരെ പേലോഡ് വഹിക്കാനുള്ള ശേഷി നമ്മുടെ ഈ യുദ്ധവിമാനത്തിനുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനത്തിന് 10,000 കിലോ വരെ പേലോഡ് ശേഷിയുള്ളതാണ്. അത്യാധുനിക മൾട്ടി ട്രാക്കിംഗ് H-121 റാഡർ സംവിധാനവും എന്തിലുണ്ട്? നമ്മുടെ സുഖോയി 57 അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളുമായി കിടപിടിക്കാൻ കഴിയുന്നതാണ്. നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനമാണ് അല്ലെങ്കിൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനമാണ് ഏതെന്ന് പറയുന്നത്? F-35 എന്ന് പറയുന്നത് അല്ലെ. ഇതിനോട് കിടപിടിക്കാൻ എന്തിനു പറ്റും? സുഖോയി 57 പറ്റും. നമ്മുടെ ഇന്ത്യ വാങ്ങാൻ പോകുന്ന, റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ പോകുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിട്ടുള്ള സുഖോയി 57 എന്തിനോട് കിടപിടിക്കാൻ പറ്റും? F-35 അമേരിക്കയുടെ F-35 യുദ്ധവിമാനത്തോട് കിടപിടിക്കാൻ പറ്റുന്നതാണ്. സുഖോയി മാത്രമല്ല കേട്ടോ, റഷ്യയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഫ്രാൻസിൽ നിന്നുണ്ട് നമ്മുടെ റഫാൽ യുദ്ധവിമാനങ്ങൾ 114 റഫാൽ യുദ്ധവിമാനങ്ങളും ഈ അടുത്ത് എന്താണ് ഇന്ത്യ വാങ്ങുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഒരു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ F-35 യുദ്ധവിമാനമൊക്കെ തരാമെന്ന് നമ്മുടെ ട്രംപ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ട്രംപിനെ നിങ്ങൾക്ക് അറിയാലോടാ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാണ് നമ്മുടെ ട്രംപ് എന്ന് പറയുന്നത്. ഓൾറെഡി എന്താണ് നല്ല വില കയറ്റി പറയൂ അല്ലെ, നല്ല വിലയിലായിരിക്കും ട്രംപ് എന്ത് വിൽക്കാൻ പോകുന്നത്? ആ യുദ്ധവിമാനം നമുക്ക് തരാൻ പോകുന്നത്. അതിനേക്കാളും സുഖം നമുക്ക് എന്താണ്? റഷ്യയുടെ കയ്യിൽ നിന്ന് സുഖോയി മേടിക്കുന്നതല്ലേ? അതെ, സുഖോയി 57 ആണ് മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം അല്ലെ. അത്രയും വില കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇപ്പൊ സുഖോയി മേടിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് നമ്മുടെ ചൈന ഉണ്ടല്ലോ, ഇതിന്റെ ഇടക്കൂടി ചൈന ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. ചൈന 5ാം തലമുറ യുദ്ധവിമാനം ആർക്ക് നൽകുന്നുണ്ട്? പാകിസ്ഥാന് നൽകുന്നുണ്ട് കേട്ടോ. പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനം മേടിക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ പോയി ആരോട്? റഷ്യയുമായിട്ട് നമ്മുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം മേടിക്കാൻ വേണ്ടി ഒരു ധാരണയിലായിരിക്കുന്നത്. അപ്പൊ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ മേടിക്കുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നമ്മുടെ കറണ്ട് അഫേഴ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുവാണ്. സോ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇന്ത്യക്കാര് റഷ്യയിൽ നിന്ന് എന്ത് മേടിക്കാൻ പോകുന്നു? 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം മേടിക്കാൻ പോകുന്നു. എന്താണ് അതിന്റെ പേര്? സുഖോയി 57 എന്ന് പറയുന്നതാണ്. എങ്കിൽ അന്താരാഷ്ട്ര തലത്തിലെ കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് അടുത്തത് എന്തിലേക്ക് പോവാം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റാണ്. സുഖോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. റാഡറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് കിലോ വേഗത, ശബ്ദത്തെക്കാൾ ഇരട്ടിയാണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. 10,000 കിലോ വരെ പേലോഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ട്രാക്കിംഗ് H-121 റാഡർ സംവിധാനം ഒക്കെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്. ഈ ഒരു ഏത് കാലാവസ്ഥയിലും ഒരു തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാനൊക്കെ എന്തിനു പറ്റും? സുഖോയി 57 പറ്റും കേട്ടോ. സുഖോയി 57 പറ്റും. നല്ല അടിപൊളി സാധനമാണ്, അടിപൊളി യുദ്ധവിമാനമാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഓക്കെ, അടുത്തതിലേക്കെങ്കിൽ നമുക്ക് പോകാം. അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം നമ്മൾ ഒരു ഫിലിം ഫീൽഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ ക്രിട്ടിസൈസ് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ആസിഫ് അലിക്കും പൃഥ്വിരാജും തൂക്കിയപ്പോൾ. ഇതൊക്കെ എന്ത്? നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്റർ ആണെന്നും പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു നിൽപ്പ് കണ്ടോ? ആ നിൽപ്പിന്റെ പിന്നിൽ എന്താണ്? ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ അവാർഡ് നമ്മുടെ മമ്മൂക്കയാണ് തൂക്കിയിരിക്കുന്നത്. അപ്പൊ ഫിലിം ഫെയർ അവാർഡ് അല്ലെ, ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് ക്രിട്ടിസൈസ് അവാർഡ് ആർക്കൊക്കെയാണ്? അത് ആസിഫ് അലിക്കും
പൃഥ്വിരാജും തൂക്കിയപ്പോ നമ്മുടെ മമ്മൂക്ക എന്താണ്, ഇതൊക്കെ ഞാൻ നേരത്തെ തുടങ്ങിയതാണ് അല്ലെ, നിങ്ങളൊക്കെ പിച്ച വെച്ച് നടക്കുന്ന സമയത്തെ ഞാൻ ഈ പരിപാടി തുടങ്ങിയതാണ്. അപ്പൊ ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ അവാർഡ് തൂക്കിയത് ആരാടാ, നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് തൂക്കിയിരിക്കുന്നത്. മമ്മൂക്കയുടെ 16ാമത്തെ ഫിലിം ഫെയർ അവാർഡ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. മമ്മൂക്കയുടെ എത്രാമത്തെയാണ്, 16ാമത്തെ ഫിലിം ഫെയർ അവാർഡാണ് ഈ നേടിയിട്ടുള്ളത്. 70ാമത് ഫിലിം ഫെയർ അവാർഡാണ് കേട്ടോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2024 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്, നമ്മുടെ മമ്മൂട്ടിയാണ്. ചിത്രം പിന്നെ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏത് തന്നെയാണ്, ഭ്രമയുഗത്തിലെ അഭിനയത്തിന് തന്നെയാണ് കേട്ടോ, ഭ്രമയുഗം തന്നെയാണ്. മറ്റേ ഓസ്കാറിന്റെ വേദിയിൽ പോലും പ്രദർശിപ്പിച്ച, ഓസ്കാറിന്റെ തിയേറ്ററിൽ പോലും പ്രദർശിപ്പിച്ചതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഭ്രമയുഗം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും എന്താണ്, അടിപൊളിയായിട്ടുള്ള സിനിമയാണ് അല്ലെ. അതിലെ അഭിനയത്തിന് തന്നെയാണ് മമ്മൂട്ടിക്ക് എന്ത് ലഭിച്ചത്, 2024 70ാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച മലയാള നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി 70ാമത് ഫിലിം ഫെയർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണെന്നറിയോ, അത് കിഷ്കിന്ധാകാന്ഡമാണ് കേട്ടോ. കിഷ്കിന്ധാകാന്ഡമാണ് 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച ചിത്രമായി മലയാള സിനിമയായി സെലക്ട് ചെയ്തിട്ടുള്ളത് കിഷ്കിന്ധാകാന്ഡവുമാണെന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ മികച്ച മലയാള നടൻ ആരാണ്, ബെസ്റ്റ് ആക്ടർ ആരാണ്, മമ്മൂട്ടിയാണ് അല്ലെ, മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ 16ാമത്തെ ഫിലിം ഫെയർ പുരസ്കാരമാണെന്ന് കൂടി പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു ബെസ്റ്റ് ആക്ടർ ക്രിട്ടിസൈസ് അവാർഡ് ആർക്കൊക്കെയാണ്, ആസിഫ് അലിക്കും പൃഥ്വിരാജുമാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. മികച്ച സിനിമ, മികച്ച മലയാള സിനിമ ഏതാണ്, ഫിലിം ഫെയർ അവാർഡിൽ മികച്ച മലയാള സിനിമ കിഷ്കിന്ധാകാന്ഡമാണ്. അപ്പൊ മലയാള സിനിമയോട് ഒരു അഫെയർ തോന്നുക എന്ന് പറയുന്നത് ഒരു ഇഷ്ക് തോന്നുക എന്നത് പറയുന്നത് പോലെയാണ്. അപ്പൊ കിഷ്കിന്ധാകാന്ഡം ഓർത്തു വെക്കാലോ, മലയാള സിനിമയോട് നമുക്കൊരു അഫെയർ തോന്നും അല്ലെ. അപ്പൊ ഫിലിം ഫെയർ അഫെയർ തോന്നുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ഇഷ്ക് പൂവിടും അല്ലെ. അപ്പൊ കിഷ്കിന്ധാകാന്ഡം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചേക്കണം. കിഷ്കിന്ധാകാന്ഡമാണ് മലയാള സിനിമ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ. ബെസ്റ്റ് ആക്ടർ ഏതാണ്, അത് നമ്മുടെ മമ്മൂക്കയാണ്. സെറ്റാണെങ്കിൽ ഇതാ നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. അടുത്തത് നമ്മളൊരു പദ്ധതിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്, തൊഴിൽ തീരം എന്ന് പറയുന്നതാണ് പദ്ധതിയുടെ പേര്. പഠിച്ചു വെക്കണം, തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതിയിലേക്കാണ്. ഈ തീരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീരപ്രദേശം, കടൽ തീരമൊക്കെ നിങ്ങൾക്ക് ഓർക്കാം അല്ലെ. അപ്പൊ കടൽ തീരത്തെ എന്താണ്, മത്സ്യത്തൊഴിലാളികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി. സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്ത വിദ്യരുണ്ട് അല്ലെ, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ അഭ്യസ്ത വിദ്യർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് കേരള നോളജ് എക്കണോമിക്കൽ മിഷനുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ പേരെന്താണ്, അതാണ് ഈ തൊഴിൽ തീരം പദ്ധതി. ആ ഒരു പദ്ധതിയിൽ നിന്ന് തന്നെ അതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അല്ലെ. ആ പദ്ധതിയായിട്ട് നമുക്ക് വേറെ കണക്ഷൻ കോഡിന്റെ ഒന്നും ആവശ്യമില്ല, കണക്ട് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. തൊഴിൽ തീരം എന്ന് പറയുന്നത് എന്താണ്, തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്ത വിദ്യർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പും കേരള നോളജ് എക്കണോമിക്കൽ മിഷനും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന് പറയുന്നത്. തീരപ്രദേശത്തുള്ള തൊഴിലാളികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന് പറയുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കുകയുണ്ടായി. തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായിട്ട് എന്ത് സംഘടിപ്പിച്ചു, ഒരു തൊഴിൽ മേള ഈ അടുത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി മത്സ്യബന്ധന വകുപ്പിന്റെ കീഴിൽ, അതായത് ഈ തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു തൊഴിൽ മേള സംഘടിപ്പിച്ചു. അതിൻ്റെ അകത്ത് 188 പേർക്ക് എന്തും ലഭിച്ചു, തൊഴിലും ലഭിച്ചു. അതാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇപ്പൊ പഠിക്കാൻ കാരണമായിട്ടുള്ളത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി, ഇതിന്റെ ഭാഗമായിട്ട് നടന്ന തൊഴിൽ മേള, അതിൻ്റെ അകത്ത് 118 പേർക്ക് എന്ത് ലഭിച്ചു, തൊഴിൽ ലഭിച്ചു എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മൾ അടുത്തതിലേക്ക് വന്നിരിക്കുകയാണ്.
അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് SIR പൂർത്തിയാക്കി, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് അല്ലെ. SIR എന്ന് പറയുന്നത്, SIR-നെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. SIR നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള ആദ്യത്തെ സ്ഥലം കുട്ടനാടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ആലപ്പുഴ ജില്ലയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി SIR നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോഡൊക്കെ ഇട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. SIR പൂർത്തിയാക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ ജില്ല എന്ന് പറയുന്നത്? അത് മലപ്പുറമാണ്. 36.15 ലക്ഷമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഒരു മല പോലെ വോട്ടർമാർ എവിടെയുണ്ട്? മലപ്പുറത്തുണ്ട്. ഒരു മല പോലെയുള്ള വോട്ടർമാർ എവിടെയുണ്ടടാ? മലപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ഇനി പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? അതും മലപ്പുറം തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറത്താണ്. പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ജില്ലയും ഏത് തന്നെയാണ്? അതും മലപ്പുറമാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണെന്ന് അറിയോ? അത് വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിലാണ്. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ, എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? അവിടെ വയനാട്ടിൽ ഈ അടുത്ത് എന്തുണ്ടായി? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉണ്ടായ ഒരു വലിയ സംഭവമാണ്. ഈ അടുത്തല്ല, കഴിഞ്ഞ നാളുകൾക്ക് മുന്നേ ഉണ്ടായ സംഭവമാണ് ചൂരൽമല ഉരുൾപൊട്ടൽ അല്ലെ. ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു മഹാദുരന്തം അവിടെ ഉണ്ടായി. ഈ SIR നടപടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് എന്താണ്? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയാലേ ഈ പ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ നമ്മുടെ എന്താണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എന്താണ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ദുരന്തം സംഭവിച്ച സമയത്ത് അവിടെയുള്ള ആളുകളുടെയൊക്കെ എന്താണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ താരതമ്യേന വോട്ടർ പട്ടികയിൽ അവിടെ എന്താണ് ആളുകളുടെ ഒരു കുറവുണ്ടാകും എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയനാട് കിട്ടിക്കോളും. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണ്? വയനാട്ടിലാണ്. അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ മതി. കാരണം അവിടെ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ വോട്ടർമാരുടെ എണ്ണം താരതമ്യേന അവിടെ കുറയാൻ സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ. വയനാടാണ്. ഓക്കെ അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറവും ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണ്? വയനാടുമാണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരൂരാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. മലപ്പുറത്തെ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം എന്ന് പറയുന്നതും അതെവിടെയാണ്? തിരൂരാണ്. ഇങ്ങനെ ഓർത്താൽ മതി. വോട്ടർമാരെ തിരഞ്ഞു നിയോഗിച്ചു അല്ലെ. ഏറ്റവും കൂടുതൽ വോട്ടർമാരെ തിരഞ്ഞു നിയോഗിച്ച നിയോജക മണ്ഡലമാണ് തിരൂർ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ് കേട്ടോ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണ്? എറണാകുളമാണ്. ഇങ്ങനെ ഓർത്താൽ മതിയടാ. നമ്മുടെ തിരഞ്ഞു നിയോഗിച്ച അല്ലെങ്കിൽ നിയോഗിച്ച വോട്ടർമാരെല്ലാം കൊളാക്കി വിട്ടു എന്ന് ഓർത്താൽ മതി. നിയോഗിച്ച വോട്ടർമാര് മൊത്തത്തിൽ അങ്ങ് കൊളാക്കി. എറണാകുളം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലം എറണാകുളം. ഒന്നുകൂടി പറയാം, ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് എവിടെയാണ്? മലപ്പുറത്ത്. മല പോലെ വോട്ടർമാരുണ്ട്. ഇനി പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടിയ ജില്ലയും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണ്? വയനാടാണ്. ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? തിരഞ്ഞ വോട്ടർമാരെ നിയോഗിച്ചു അല്ലെ. ഏറ്റവും കൂടുതൽ വോട്ടർമാരെ തിരഞ്ഞു നിയോഗിച്ചു. തിരൂര് മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്, ഏറ്റവും കൂടുതൽ തിരൂരാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണ്? അത് എറണാകുളമാണ്. അപ്പോ നിയോഗിച്ച വോട്ടർമാരെല്ലാം കൊളമാക്കി എന്ന് ഓർത്താൽ മതി. എറണാകുളമാണ്. സെറ്റാണ്. പവർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നിങ്ങൾക്ക് ചേച്ചിയും ചേട്ടനും ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ലേ എന്ന് വിഷമിച്ചിരിക്കുന്ന 30 വയസ്സൊക്കെ കഴിഞ്ഞ് 40 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങളുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊരു സന്തോഷ വാർത്ത പറഞ്ഞേക്കുക. നിങ്ങൾക്ക് PSC എക്സാം എഴുതാം, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നൊരു സന്തോഷ വാർത്ത അവരെ ഒന്ന് അറിയിച്ചേക്കടാ. എന്നിട്ട് കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞേക്കുക. ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നമ്മുടെ ഒരു മിസ്സിന്റെ ക്ലാസ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 10:30 ഒരു കറണ്ട് അഫേഴ്സ് ക്ലാസ് ഉണ്ട്.
അതിനൊന്ന് ജോയിൻ ആയിക്കോ, അടിപൊളി ക്ലാസ് ആണ്. എന്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഒന്ന് കണ്ടു നോക്കുക, അടിപൊളിയാണ്. നമുക്ക് PSC എക്സാമിന് വേണ്ട എല്ലാ കറണ്ട് അഫേഴ്സും അവിടുന്ന് കിട്ടും. പഠിച്ച് ഈ വർഷം തന്നെ നമുക്ക് ജോലിയിൽ കയറാം. അതുകൊണ്ട് അവരോടൊന്ന് പറഞ്ഞേക്കണം, നിങ്ങളുടെ ചേച്ചിയും ചേട്ടന്മാരും ഉണ്ടെങ്കിൽ ഇനി എക്സാം എഴുതാൻ എനിക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെ PSC എക്സാം നിങ്ങൾക്ക് എഴുതാൻ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്, ജോലിയിൽ കയറാൻ ഒരു സുവർണ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലി മേടിക്കാം. 40 വയസ്സ് വരെയാണ് PSC പരീക്ഷ എഴുതാം. പ്രായപരിധി നീട്ടിയിരിക്കുകയാണ് അല്ലെ. ഇനി 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറീസ് ആണെങ്കിൽ ഇനി 40 വയസ്സ് വരെ എന്ത് എഴുതാം? PSC എക്സാം എഴുതാം. പ്രായപരിധി നീട്ടിയിട്ടുണ്ട്. പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന് ജനറൽ കാറ്റഗറിയുടെ ഉയർന്ന പ്രായപരിധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 40 വയസ്സാണ് അല്ലെ. മുമ്പ് 36 ആയിരുന്നു, ഇതിപ്പോ 40 വയസ്സാക്കിയിരിക്കുകയാണ്. OBC വിഭാഗത്തിന് എത്രയാണ്? 43 വയസ്സാണ്. SC ST വിഭാഗത്തില് 45 വയസ്സ് വരെയും നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? PSC എക്സാം എഴുതാൻ സാധിക്കും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, എനിക്കൊന്ന് എക്സാം എഴുതി ഒരു സർക്കാർ ജോലിയിൽ കയറിയിരുന്നെങ്കിൽ എന്ന് വിഷമിച്ച് പ്രായത്തിന്റെ ഒരു കാരണം കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്താണ് വീണ്ടും പ്രായപരിധി കുറച്ചുകൊണ്ട് വീണ്ടും എന്താണ് നമുക്കൊരു സുവർണ അവസരം, പ്രായപരിധി കൂട്ടിക്കൊണ്ട്, കുറച്ചുകൊണ്ടല്ലേ കൂട്ടിക്കൊണ്ട് എന്താണ് വീണ്ടും ഒരു സുവർണ അവസരം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം അല്ലെ. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് കുറച്ച് കൂടും എങ്കിലും കുഴപ്പമില്ലടാ, അവരൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്കൊരു സ്പിരിറ്റ് ഉള്ള. അതുകൊണ്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രായപരിധിയൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് നിങ്ങൾ അലസത കാണിക്കരുത്. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇനിയും ഉണ്ടല്ലോ പ്രായപരിധി ഉണ്ടല്ലോ, കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ മേടിക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല. എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാവോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ജോലിക്ക് കയറണം കേട്ടോ. ഓക്കെ, അപ്പൊ പ്രായപരിധി ഓർത്ത് വെക്കാലോ. ജനറൽ കാറ്റഗറി 40, OBC വിഭാഗത്തിന് 43, ST ST വിഭാഗത്തിന് 45 കൂട്ടിയ പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മൾ ഒരു മൊബൈൽ ആപ്പും വെബ് പോർട്ടലുമായിട്ടുള്ള നമ്മുടെ കേരളയെ കുറിച്ചാണ് പഠിക്കാൻ വരുന്നത്. സോറി, കേരളയല്ല, കേരളം, പേര് മാറ്റിയിരിക്കുകയാണ്, കേരളം. നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വെബ് പോർട്ടലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ വിവിധ സേവനങ്ങളൊക്കെ എന്താണ് ഒരിടത്തു നിന്ന് തന്നെ ലഭിക്കും അല്ലെ. ഈ ഒരു മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ആപ്പ് ഈ ഒരു പോർട്ടൽ വഴി എന്താണ് വിവിധ ഭാഗത്തു നിന്നുള്ള സേവനങ്ങൾ നമുക്ക് ഒരിടത്തു നിന്ന് ലഭിക്കുന്നതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ആപ്പ് വെബ് പോർട്ടലിന്റെയും പേര് എന്ന് പറയുന്നത്. അപ്പൊ വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്തു നിന്ന് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേരാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്തു നിന്ന് തന്നെ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നമ്മുടെ കേരളം. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള 100-ലധികം സേവനങ്ങൾ എന്താണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിന്റെ പ്രത്യേകതകളാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും നമുക്ക് ലഭിക്കത്തില്ലേ? എല്ലാ വിവരങ്ങളും ലഭിക്കും കേട്ടോ. അപ്പൊ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായിട്ടുള്ള 100-ലധികം വിവരങ്ങൾ നമുക്ക് ലഭിക്കും. പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അടിയന്തര ഘട്ടത്തിൽ സഹായത്തിനായി SOS സംവിധാനമുണ്ട്. അതുപോലെ തന്നെ അഴിമതിക്കെതിരെ പോരാടാൻ ആന്റി കറപ്ഷൻ മൊഡ്യൂളുകളുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ പരാതികൾ നൽകാനും ട്രാക്ക് ചെയ്യാനും ലളിത മാർഗവും അതുപോലെ തന്നെ ഉടനടി പരിഹാരവും നമുക്ക് ലഭിക്കും. സർക്കാർ അറിയിപ്പുകളും അതുപോലെ തന്നെ പൊതുചർച്ചകളും നമുക്ക് തത്സമയമായിട്ട് അറിയാൻ പറ്റും. വിവിധ സർക്കാർ ആപ്പുകളുടെയൊക്കെ ഏകജാലക പ്രവേശനമുണ്ട്. ഇതൊക്കെ എന്താണ് ഒരിടത്തു നിന്ന് തന്നെ എന്താണ് നമുക്ക് ലഭിക്കും. ഏതിലൂടെ? ഈ ഒരു മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും നമുക്ക് ഒരിടത്തു നിന്ന് തന്നെ എന്താണ് ഇതെല്ലാം ലഭിക്കുന്നതാണ്. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേരാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വെബ് പോർട്ടലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, കണക്ട് ചെയ്ത് വെക്കാലോ, സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം.
ഇനി ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? അത് നമ്മുടെ സ്വന്തം പിണറായി വിജയനാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും അല്ലെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആരായിരിക്കും? നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ 2026 ഫെബ്രുവരി 24 കേട്ടോ. 2026 ഫെബ്രുവരി 24 നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് വെബ് പോർട്ടൽ ആയിട്ടുള്ള നമ്മുടെ കേരളം, മൊബൈൽ ആപ്പും വെബ് പോർട്ടലുമായിട്ടുള്ള നമ്മുടെ കേരളം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് നമ്മൾ വന്ന് നിൽക്കുന്നത് സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരത്തിലേക്കാണ്. എന്തിലേക്കാണ്? സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച ജില്ലാ കളക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ആയിട്ടുള്ള അർജുൻ പാണ്ഡ്യനാണ് മികച്ച ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇതിന്റെ അകത്ത് മികച്ച ജില്ലാ കളക്ടർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. തൃശ്ശൂർ ജില്ലാ കളക്ടർ ആയിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ. അർജുൻ പണ്ടേ മിടുക്കനാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ എന്താണ്? പണ്ടേ മിടുക്കനാണെന്ന് ഓർത്തു വെച്ചാൽ മതി. അർജുൻ പാണ്ഡ്യനാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറാണ് മികച്ച ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. ഇനി മികച്ച സബ് കളക്ടർ. സബ് കളക്ടറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റും. OV ആൽഫ്രഡ്. OV ആൽഫ്രഡിനെ അറിയാൻ മേലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആരെ അറിയായിരിക്കും? OV ആൽഫ്രഡിനെ അറിയാമായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി അല്ലെ, സമാധി. ആ സമാധിയിൽ എന്താണ് നമ്മളൊക്കെ ചർച്ചാ വിഷയമായ, നമ്മളൊക്കെ തിരഞ്ഞൊരു പുള്ളിക്കാരനാണ് നമ്മുടെ ഈ കളക്ടർ എന്ന് പറയുന്നത്. എടാ, നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നെയ്യാറ്റിൻകര, അതായത് സമാധി കെട്ടി ഒരു അരകല്ലിന്റെ പോലെ ഇരിക്കുന്ന ഒരു സമാധിയൊക്കെ കെട്ടി ഭയങ്കര വാർത്താ വിഷയമായത്, സമാധി ഇരുന്ന് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം ഇല്ലേ? അതിന്റെ അകത്ത് എന്താണ്? ഭയങ്കര വിവാദമായിട്ട് നിൽക്കുന്ന ആ ചർച്ചകൾക്കിടയിൽ ഒരു കളക്ടർ അവിടെ വന്നു. പിന്നെ എല്ലാരും പിന്നെ കളക്ടറിന്റെ പുറകെ ആയല്ലേ, ഒരു മൊഞ്ചൻ കളക്ടർ അങ്ങ് വന്നു. പിന്നെ എല്ലാരും കളക്ടറിന്റെ പുറകെ ആയി, ക്രഷ് അടിച്ച് മറ്റേതായി മറിച്ചതായി. അപ്പൊ പിന്നെ എല്ലാരും ഈ കളക്ടർ ആരാപ്പ എന്ന് അന്വേഷിച്ച് പുറകെ പോയല്ലേ. അതാണ് നമ്മുടെ OV ആൽഫ്രഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഇത് പഠിപ്പിക്കുമ്പോഴേ ഇത് ആരപ്പ, ഇത് അറിയണമല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഉടനെ പോയി എന്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കും. ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഓ, ഇതാണല്ലേ മിസ് പറഞ്ഞ ആ കളക്ടർ എന്ന് നിങ്ങൾക്ക് പിടികിട്ടണം കേട്ടോ. OV ആൽഫ്രഡിനെ അറിയാൻ മേലാത്തവർ ആരും ഉണ്ടാകത്തില്ല. മികച്ച സബ് കളക്ടർ ആരാണ്? OV ആൽഫ്രഡ് ആണ്. തിരുവനന്തപുരം സബ് കളക്ടർ ആയിട്ടുള്ള OV ആൽഫ്രഡ് ആണ്. ഇനി മികച്ച കളക്ടറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് കേട്ടോ. ഏതാണ് മികച്ച കളക്ടറേറ്റ് എന്ന് പറയുന്നത്? തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. ഇനി മികച്ച RDO എന്ന് പറയുന്നത് G സുരേഷ് ബാബു ആണ്. G സുരേഷ് ബാബു ആണ് മികച്ച RDO എന്ന് പറയുന്നത്. പുനലൂരാണ് കേട്ടോ. ഇനി മികച്ച RDO ഓഫീസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. മികച്ച RDO ഓഫീസ് ഏതാണ്? തൃശ്ശൂരാണെന്നും കൂടി ഓർത്ത് വെച്ചേക്കണം. എടാ, ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ പൂരത്തിന്റെ ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ 6 ഇടി കിട്ടുമെന്ന് ഓർത്താൽ മതി. തൃശ്ശൂർ പൂരമൊക്കെ നടക്കുമ്പോൾ ഓഫീസിൽ പോകാൻ പറ്റുമോ? തൃശ്ശൂർ പൂരത്തിന് ചെല്ലണോ അല്ലെ? തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 6 ഇടി കിട്ടും. അപ്പൊ മികച്ച RDO ഓഫീസ് ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ മികച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശ്ശൂർ ജില്ലാ കളക്ടർ ആണ്. മികച്ച സബ് കളക്ടർ എന്ന് പറയുന്നത് OV ആൽഫ്രഡ്, തിരുവനന്തപുരം സബ് കളക്ടർ ആണ്. മികച്ച കളക്ടറേറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് മികച്ച RDO എന്ന് പറയുന്നത് G സുരേഷ് ബാബു, പുനലൂരാണ്. അതുപോലെ തന്നെ മികച്ച RDO ഓഫീസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. നമ്മൾ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിന് പോകണം. തൃശ്ശൂർ പൂരത്തിന് പോകാതെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും അല്ലെ, 6 ഇടി കിട്ടുമെന്ന് പറഞ്ഞു. മികച്ച RDO ഓഫീസ് തൃശ്ശൂരാണ്. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതിന് ഉഡാൻ യാത്രീ കഫേ പദ്ധതി ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണെന്നാണ്? അത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. അപ്പൊ യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണം അല്ലെ, മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതിന് ഉഡാൻ യാത്രീ കഫേ, യാത്രക്കാർക്ക് ഉടനടി എന്താണ് മിതമായ നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതാണ് ഉഡാൻ യാത്രീ കഫേ എന്ന് പറയുന്നത്. ഈ പദ്ധതി ആദ്യമായി ആരംഭിച്ച വിമാനത്താവളമാണ് ഏതെന്ന് പറയുന്നത്? തിരുവനന്തപുരം വിമാനത്താവളം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. യാത്രക്കാർക്ക് ഉടനടി മിതമായ നിരക്കിൽ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതാണ് ഉഡാൻ യാത്രീ കഫേ. ഇത് ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക്
സെക്ഷനിലേക്ക് നമ്മുടെ സഞ്ജു അണ്ണനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സഞ്ജു അണ്ണൻ നമ്മുടെ ലൈവിലേക്ക് എത്തുന്നത്. വെൽക്കം സഞ്ജു അണ്ണ നമ്മുടെ ലൈവിലേക്ക്. കുറെ അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സഞ്ജു അണ്ണൻ. ഇനി ഞാൻ നമ്മുടെ ട്രംപിനെയും കൊണ്ടുവരും കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ട്രംപിനെയും കൊണ്ടുവരും. ട്രംപിനെ വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം ഞാനൊരു സെറ്റപ്പിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാധനമാണ്. ഇതെല്ലാം ട്രംപ് വന്ന് അടിച്ചു പൊളിച്ച് കളയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണ്, നമുക്ക് ട്രംപിനെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ സഞ്ജു അണ്ണൻ വന്ന സ്ഥിതിക്ക് കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ സർക്കാരിന്റെ എന്ത് പറയാനാണ് സഞ്ജു അണ്ണൻ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ കേരള സവാരിയുടെ ഗുഡ് വീൽ അംബാസിഡർ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സഞ്ജു അണ്ണൻ വന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ ആണ് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ കേരള സവാരിയുടെ ഗുഡ് വീൽ അംബാസിഡർ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്, നമ്മുടെ സഞ്ജു അണ്ണൻ വന്നിട്ടുള്ളത്. സഞ്ജു സാംസൺ ആണ്. 2025 സംസ്ഥാന സ്കൂൾ കായികമേളയുടെയും അംബാസിഡർ ആരായിരുന്നു? അത് സഞ്ജു സാംസൺ ആണ് അല്ലെ. അന്ന് നമ്മൾ പറഞ്ഞതാണ്, അന്ന് ഞാനാണ് കേട്ടോ സ്കൂൾ കായികമേളയുടെ അംബാസിഡർ എന്ന് പറയാൻ വന്ന അണ്ണനെ കുറിച്ച് അന്നും നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ KSRTCയുടെ അംബാസിഡർ ആരാണ്? അത് KSRTCയിലെ സവാരിക്ക് പോകാം, സവാരി ഗിരിഗിരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലാലേട്ടനെ പഠിച്ചായിരുന്നു അല്ലെ. ലാലേട്ടൻ വന്ന് പറഞ്ഞു ഞാൻ KSRTCയുടെ അംബാസിഡർ ആണെന്ന്. ലാലേട്ടൻ പറഞ്ഞപ്പോ സഞ്ജു എന്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയ കേരള സവാരിയുടെ അംബാസിഡർ ആണെന്ന് നമ്മുടെ സഞ്ജുവും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കേരള സവാരിയുടെ അംബാസിഡർ സഞ്ജു സാംസൺ ആണെങ്കിൽ KSRTCയുടെ അംബാസിഡർ ആരാണ്? അത് മോഹൻലാലുമാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്തിന്റെ ടാക്സി സർവീസ് ആണ് കേരള സഫാരി എന്ന് പറയുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ ടാക്സി സർവീസ് ഏതാണ്? അത് ഭാരത് ടാക്സിയാണ്. അത് റീസെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ ടാക്സി സർവീസ് ആണ് ഏതെന്ന് പറയുന്നത് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. സെറ്റ് ആണ്, പവർ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. കോഡും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ കുറച്ചധികം വസ്തുതകൾ പഠിച്ചു. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇടകലർത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ആരും ആവാഹനം കഴിയാതെ പോകരുത്. പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിലേക്ക് സെറ്റ് ആവണമെങ്കിൽ ആവാഹനം കൂടിയേ തീരൂ. ആവാഹന പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ആവാഹന പ്രക്രിയയിൽ ആദ്യം തന്നെ നമ്മൾ എന്തുവാണ് പഠിച്ചത്? നമ്മുടെ ഇൻഡെക്സിനെ കുറിച്ചാണ് അല്ലെ പഠിച്ചത്. നമ്മള് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തേത് ഏതാണ്? ഇത് ആദ്യമായിട്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യവും ഇമ്പോർട്ടന്റ് ആണ്. ഈ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനവും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു 131 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചതാണ്. 131 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? ഡെൻമാർക്ക് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനം ഐസ്ലാൻഡ് ആണെന്നും മൂന്നാം സ്ഥാനം 2 രാജ്യങ്ങൾ നോർവേയും സ്വീഡനും ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അടുത്തത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഇത് കേരള അല്ല സാർ, കേരളമാണ് സാർ എന്ന് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലും എന്താക്കിയിരിക്കുകയാണ്? കേരളം എന്ന് തന്നെ ആക്കിയിരിക്കുകയാണ്. ഇനി കേരൾ എന്നോ കേരള എന്നോ ഒന്നും കേരളം എന്ന് തന്നെ പറയണം. ഈ ഒരു ബില്ല്, ഈ ഒരു പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2024 ജൂൺ 24 കേരളത്തിന്റെ ഔദ്യോഗിക പേര് എല്ലാ ഭാഷകളിലേക്കും കേരളം എന്നാക്കി മാറ്റണം എന്ന് പറയുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പഠിച്ചു വെക്കണം. ആർട്ടിക്കിൾ 3 പ്രകാരമാണ് ഈ ഒരു പേരുമാറ്റം നിലവിൽ വന്നിരിക്കുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 3 എന്തിനെ കുറിച്ച് പറയുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. അടുത്തത് നമ്മൾ നമ്മുടെ യുദ്ധവിമാനത്തിലേക്കാണ് അല്ലെ വന്നത്. നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ പോകുന്ന യുദ്ധവിമാനമാണ്. 5ാം തലമുറ യുദ്ധവിമാനമാണ് സുഖോയി 57 എന്ന് പറയുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനം എന്ന് പറയുന്നത്. റാഡറുകളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം എവിടുന്നാണ്? ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ യുദ്ധവിമാനമാണ് സുഖോയി 57 എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദത്തേക്കാൾ ഇരട്ടി
വേഗതയുണ്ട്. ഏകദേശം 1230 km/h ആണ് ഇതിന്റെ വേഗത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഏതിലേക്കാ വന്നത്? ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ ക്രിട്ടിസൈസ് അവാർഡ് നമ്മുടെ ആസിഫ് അലിക്കും പൃഥ്വിരാജും തൂക്കിയപ്പോൾ ഇതൊക്കെ എന്ത്, നീ പഠിച്ച സ്കൂളിൽ ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മമ്മൂക്കയാണ് ഫിലിം ഫെയർ ബെസ്റ്റ് ആക്ടർ അവാർഡ് തൂക്കിയിരിക്കുന്നത്. നമ്മുടെ മമ്മൂട്ടിയുടെ 16ാമത് ഫിലിം ഫെയർ അവാർഡ് ആണെന്ന് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2024 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായി സെലക്ട് ചെയ്തത് ആരാണ്? അത് നമ്മുടെ സ്വന്തം മമ്മൂക്കേനെയാണ് സെലക്ട് ചെയ്തത്. ഏതിലെ അഭിനയം? ഹാസ് യൂഷ്വൽ ഏതിലെ അഭിനയം തന്നെയായിരിക്കും. ഓസ്കാറിന്റെ ആ ഒരു വേദിയിൽ പോലും പ്രദർശിപ്പിച്ച സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് തന്നെയാണ് മമ്മൂട്ടിക്ക് എന്ത് ലഭിച്ചത്? മികച്ച നടനുള്ള, മലയാള നടനുള്ള ഫിലിം ഫെയർ പുരസ്കാരം 2024 70ാമത് ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വന്നാൽ 16ാമത് ഫിലിം ഫെയർ പുരസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞു. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡില് മികച്ച മലയാള ചിത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏതിനെയാണ്? കിഷ്കിന്ധാകാന്ഡമാണെന്നും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു പദ്ധതിയിലേക്ക് വന്നത്. ഏതാണ് പദ്ധതിയുടെ പേര്? തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതിയിലേക്കാണ് നമ്മൾ വന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്ത വിദ്യർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുന്നതിന് ഫിഷറീസ് വകുപ്പ് കേരള നോളജ് എക്കണോമിക്കൽ മിഷനുമായി സഹകരിച്ചുള്ള പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ തീരം എന്ന് പറയുന്നത്. തീരത്ത് തൊഴിൽ ചെയ്യുന്നവരാണ് അല്ലെ മത്സ്യത്തൊഴിലാളികൾ. ഇവർക്ക് തൊഴിലും പരിശീലനത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തൊഴിൽ തീരം. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഈ തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി പഠിക്കാൻ കാര്യം എന്താണ്? ഈ തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഒരു തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഈ തൊഴിൽ മേളയുടെ ഭാഗമായി 188 പേർക്ക് എന്ത് ലഭിച്ചു? തൊഴിൽ ലഭിച്ചു. അതാണ് നമ്മളിത് പഠിക്കാൻ കാരണമായിട്ടുള്ളത്. സോ നെക്സ്റ്റിലേക്ക് നമുക്ക് വരാം. SIR പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. SIR പൂർത്തിയാക്കി എന്ത് പ്രസിദ്ധീകരിച്ചു? അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല നമ്മൾ പറഞ്ഞു മല പോലെ വോട്ടർമാരുണ്ട്, മലപ്പുറമാണ്. ഇനി പുരുഷ വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതലുള്ള ജില്ല ഏതാണ്? പുരുഷ വോട്ടർമാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലുള്ള ജില്ലയും ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറം തന്നെയാണ്. ഇനി ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു വയനാടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം അല്ലെ, തിരഞ്ഞു വോട്ടർമാരെ നിയോഗിച്ചത് തിരൂര് മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്, നിയോഗിച്ച വോട്ടർമാർ തന്നെ എല്ലാം കുളമാക്കി. അപ്പൊ എറണാകുളമാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയിലേക്കാണ് വന്നത്. ഇനി 40 വയസ്സ് വരെ എന്താണ് PSC പരീക്ഷകൾ എഴുതാം അല്ലെ, പ്രായപരിധി നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ പറയണം PSC എഴുതാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിങ്ങൾ പറയണം. എന്ത് പറയണം? നിങ്ങൾ ഇങ്ങ് പോരെ, നിങ്ങൾക്ക് PSC എക്സാം എഴുതാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ്, നേരത്തെ 36 ആയിരുന്നു, അത് 40 വയസ്സായി. OBC ആണെങ്കിൽ എന്താണ് 43 വയസ്സ് വരെയും, ST ST വിഭാഗത്തിന് 45 വയസ്സ് വരെയൊക്കെ എന്താണ് ഇനി PSC എഴുതി നമുക്ക് വേഗം ജോലിയിൽ കയറാം കേട്ടോ, വേഗം ജോലിയിൽ കയറാം. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് നമ്മുടെ മൊബൈൽ ആപ്പിന്റെയും നമ്മുടെ കേരളം എന്ന് പറയുന്ന മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങൾ അല്ലെ, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സേവനങ്ങളൊക്കെ എന്താണ്, വിവിധ കാര്യങ്ങളൊക്കെ ഒരിടത്തു നിന്ന് ലഭിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പ് വെബ് പോർട്ടലാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെബ് പോർട്ടൽ, മൊബൈൽ ആപ്പ് വെബ് പോർട്ടൽ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ പ്രകാശനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. 2026 ഫെബ്രുവരി 24-നാണ് ഈ ഒരു മൊബൈൽ ആപ്പ് വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംഗതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. വിവിധ സർക്കാർ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ പുതിയതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെയും വെബ് പോർട്ടലിന്റെയും പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കേരളം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സർക്കാർ വകുപ്പുകളിലെ സേവനങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി പരിഹാരവും വേഗത്തിൽ പരിഹാരവും ഒക്കെ ലഭിക്കും എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. സർക്കാരിന്റെ അറിയിപ്പുകളും
അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പൊതു ചർച്ചകളൊക്കെ നമുക്ക് തത്സമയമൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നത് സംസ്ഥാന റവന്യൂ സർവേ പുരസ്കാരങ്ങളിലേക്കാണ് നമ്മൾ വന്നത്. മികച്ച ജില്ലാ കളക്ടർ ആരാണ്? അത് അർജുൻ പാണ്ഡ്യൻ, തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്. അർജുൻ എന്താണ്? പണ്ടേ മിടുക്കനായിട്ടുള്ള കളക്ടർ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. മികച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ തൃശ്ശൂരാണ്. മികച്ച സബ് കളക്ടർ OV ആൽഫ്രഡ് തിരുവനന്തപുരമാണ്. മികച്ച കളക്ടറേറ്റ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. മികച്ച RDO G സുരേഷ് ബാബു പുനലൂരാണ്. മികച്ച RDO ഓഫീസ് എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, കോഡ് വെച്ചൊക്കെ പഠിച്ചതാണ്. പിന്നീട് നമ്മൾ ഉഡാൻ യാത്രി കഫേയിലേക്കാണ് അല്ലെ വന്നത്. ഉഡാൻ യാത്രി കഫേ, യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണ പാനീയങ്ങൾ നൽകുന്ന ഉഡാൻ യാത്രി കഫേ പദ്ധതി ആരംഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ്. ആദ്യമായി ആരംഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? അത് തിരുവനന്തപുരമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സഞ്ജുവണ്ണനിലേക്ക് വന്നു. സഞ്ജുവണ്ണൻ എന്ത് പറയാൻ വന്നു? കേരള സവാരിയുടെ ഗുഡ് വിൽ അംബാസിഡർ ഞാനാണെന്ന് പറയാൻ വന്നു. എന്താണ് കേരള സവാരി? സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി എന്ന് പറയുന്നത്. ഇതിന്റെ ഗുഡ് വിൽ അംബാസിഡർ ഞാനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഞ്ജു അണ്ണൻ വന്നത്. കേരള സവാരിയുടെ ഗുഡ് വിൽ അംബാസിഡർ സഞ്ജു സാംസൺ ആണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദാ നോക്കിക്കോ, ഇന്നലെ നിങ്ങൾക്ക് ഞാൻ തന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് INS അരിതമൻ എന്ന് പറയുന്നതാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണെന്ന് ചോദിച്ചാൽ INS അരിതമൻ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും കറക്റ്റ് ആൻസർ കമന്റ് ബോക്സിൽ ഇട്ടു. എല്ലാവരുടെയും ആൻസറിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അരിതമനാണ്, ഓപ്ഷൻ D ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ASWC പദ്ധതിയുടെ കീഴിൽ മൂന്ന് കപ്പലുകൾ ഓൾറെഡി എന്താണ്, യുദ്ധക്കപ്പലുകൾ നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഏതായിരുന്നു? അർണാല എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ആൻഡ്രോത്ത് ആണ്. മൂന്നാമത്തതാണ് അരിതമൻ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഏതെന്ന് പറയുന്നത്? INS അരിതമൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചില്ലേ? ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ച, ഇന്നലെ നിങ്ങളെ കാണിച്ച, ഇന്നലെ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണെന്നാണ്. അത് INS അരിതമനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലെ, 3 ഇന്ത്യക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഏതാണ്? അതിലൊന്ന് നമ്മുടെ അർണാലയാണ്. രണ്ടാമത്തത് ആൻഡ്രോത്ത്, അത് കഴിഞ്ഞ് അരിതമൻ. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അരിതമനാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കിഴക്കൻ കമാൻഡറിലേക്കാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തിടെ കേരളത്തിലെ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തിടെ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസറും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ, ഇന്നലത്തെ പോലെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് നാളെ 10:30 നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള, നാളെ 10:30 നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന് പകരം നമ്മൾ ഡെയിലി ഉള്ള പെൻഡിങ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെൻഡിങ് കറണ്ട് അഫയേഴ്സുമായിട്ട് നമ്മൾ ഇത്രയും നാൾ കറണ്ട് അഫയേഴ്സ് എടുക്കാതിരുന്ന സമയത്ത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ രാവിലെ 10:30 കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.